ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ തമിഴ്നാട് സന്ദർശനം പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കും. ശീതകാല സമ്മേളനത്തിൽ തുടർച്ചയായി 4ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും പിരിഞ്ഞു. രാജ്യത്തെ ഉന്നത പോലീസ് മേധാവികളുടെ സമ്മേളനം ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങളിൽ ആശങ്കയറിയിച്ച് ഇന്ത്യ. അക്രമങ്ങളെ രാജ്യം ഗൌരവത്തോടെ കാണുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും സെയ്ദ് മോദി ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ സെമിയിൽ കടന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. തമിഴ്നാട് സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നീലഗിരി ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങളുമായും ആദിവാസി വനിതാ സ്വയം സഹായ സംഘങ്ങളുമായും സംവദിക്കും. നാളെ തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഇന്നലെ ഊട്ടിയിലെ വെല്ലിംഗ്ടൺ പ്രതിരോധ സേന സ്റ്റാഫ് ട്രെയിനിംഗ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ രാഷ്ട്രപതി മുഖ്യപ്രഭാഷണം നടത്തിയിരുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ അരുണാചൽ പ്രദേശിലെ ദോയ്മുഖ്, ഇറ്റാനഗർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. സന്ദർശനവേളയിൽ ദോയ്മുഖിലെ റോണോ ഹിൽസിലെ രാജീവ് ഗാന്ധി സർവകലാശാലയുടെ 22ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇറ്റാനഗറിൽ നടക്കുന്ന അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെയും ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ശീതകാല സമ്മേളനത്തിൽ തുടർച്ചയായി 4ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണവും മറ്റു വിഷയങ്ങളും ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭയിൽ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ നിരാകരിച്ചു. പ്രതിഷേധിക്കുന്ന അംഗങ്ങൾ തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണെന്നും സഭാ നടപടികൾ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തുന്നത് ജനതാൽപര്യത്തിന് വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. Honorable members, these issues have been raised repeatedly during the week, with the result that we have already lost 3 days working. The days that should have been committed by us for public cause. There should have been vindication of our oath that we perform our duties as expected. The loss of time, the loss of opportunity, by not having cushion hour has given enormous setback to the people at large. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. കോൺഗ്രസ്, DMK, സമാജ്വാദി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ മുദ്രാവാക്യങ്ങളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. സഭാ നടപടികൾ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ചർച്ചകളാണ് ജനാധിപത്യത്തിൽ വേണ്ടതെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിലെത്തും. ഭുവനേശ്വറിൽ നടക്കുന്ന DGP, IG തലത്തിലുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അഖിലേന്ത്യാ സമ്മേളനത്തെ പ്രധാനമന്ത്രി നാളെ അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. 3 ദിവസം നീളുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, CRPF, NSG, IB, SPG മേധാവിമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഇടതു തീവ്രവാദം, തീരദേശ സുരക്ഷ, പുതിയ ക്രിമിനൽ നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കും. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും ചടങ്ങിൽ സമ്മാനിക്കും. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങളിൽ ആശങ്കയറിയിച്ച് ഇന്ത്യ. വിഷയത്തിലെ ആശങ്ക ബംഗ്ലാദേശിനെ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. I would say that India has consistently and strongly raised with the Bangladesh government the threats and targeted attacks on Hindus and other minorities. Our position on the matter is very clear. The interim government must live up to its responsibility of protecting all minorities. We are concerned at the surge of extremist rhetoric, increasing incidents of violence and provocation. These developments cannot be dismissed only as media exaggerations.
We once again call upon Bangladesh to take all steps for the protection of minorities. ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ഭീഷണികളും അക്രമങ്ങളും എന്നും ബംഗ്ലാദേശി ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ സാധ്യമായ എല്ലാ നടപടികളും ബംഗ്ലാദേശ് സ്വീകരിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ഇന്ത്യൻ ഭരണകൂടം ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഈ വർഷം ഓഗസ്റ്റിൽ വീടുകളും കടകളും കൊള്ളയടിക്കുകയും ക്ഷേത്രങ്ങളടക്കമുള്ള ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തതായും അദ്ദേഹം ലോക്സഭയിൽ രേഖാമൂലം വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങളടക്കം രാജ്യത്തെ എല്ലാ പൌരന്മാരുടെയും ജീവൻ സംരക്ഷിക്കുക എന്നത് ബംഗ്ലാദേശി ഭരണകൂടത്തിന്റെ ചുമതലയാണെന്നും ശ്രീ ജയശങ്കർ സഭയിൽ അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം 5.4% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷ. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇതേ കാലയളവിൽ യഥാർത്ഥ മൊത്ത മൂല്യവർദ്ധനവ് 5.6% വളർന്നു. രണ്ടാം പാദത്തിൽ കൃഷിയും അനുബന്ധ മേഖലകളും 3.5% വളർച്ച രേഖപ്പെടുത്തി. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുടെ രൂപകൽപ്പനയ്ക്കും വികസനത്തിനുമായുള്ള സഹകരണം സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റിൽ ഇന്ത്യയുടെയും UKയുടെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ തമ്മിൽ ഇന്നലെ പോർട്സ്മൌത്തിൽ നടന്ന ഇലക്ട്രിക് പ്രൊപ്പൽഷൻ കേപ്പബിലിറ്റി സഹകരണത്തിന്റെ 3ാമത് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ ഭാഗമായിട്ടാണിത്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദം ഇന്നുച്ചയോടെ ഫെഞ്ചൽ ചുഴലിക്കാറ്റായി മാറി. നാളെ ഉച്ചയ്ക്ക് ശേഷം പുതുച്ചേരിക്ക് സമീപം മഹാബലിപുരത്തിനും കാരയ്ക്കലിനുമിടയിൽ ചുഴലിക്കാറ്റ് തീരം തൊടും. തമിഴ്നാട്ടിലെ 9 ജില്ലകൾക്ക് നാളെ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റന്നാൾ 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും ലക്നൌവിൽ നടക്കുന്ന സെയ്ദ് മോദി ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ സെമിയിൽ കടന്നു. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു അവസാന 4-ൽ ഇടം പിടിച്ചത്. മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനീഷ ക്രോസ്റ്റോ സഖ്യവും സെമിയിൽ പ്രവേശിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയോട് 1 ഗോളിന് പരാജയപ്പെട്ടു. സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റ് മത്സരത്തിൽ കേരളത്തിന് അട്ടിമറി വിജയം. കരുത്തരായ മുംബൈയെ 43 റൺസിനാണ് സഞ്ജു സാംസണിന്റെ നേതൃത്വത്തിലുള്ള കേരളം പരാജയപ്പെടുത്തിയത്. കേരളം ഉയർത്തിയ 235 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റിന് 191 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. മഹാരാഷ്ട്രയിലെ ഗോണ്ടിയയിലുണ്ടായ ബസ് അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് ഹൈവേ നിർമ്മാണത്തിൽ ഭൂവുടമകളുടെ ആശങ്ക പരിശോധിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി മന്ത്രി ജെ ചിഞ്ചുറാണി. ഭൂമിയുടെ ഉടമസ്ഥർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്രയുമായി ചർച്ച നടത്തിയതായി മന്ത്രി പറഞ്ഞു. ഭൂവുടമകൾക്ക് അർഹമായ മൂല്യം നൽകണമെന്നാവശ്യപ്പെട്ടതായും വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് കേന്ദ്ര സഹമന്ത്രി ഉറപ്പു നൽകിയതായും ശ്രീമതി ചിഞ്ചുറാണി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ തമിഴ്നാട് സന്ദർശനം പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ അരുണാചൽ പ്രദേശ് സന്ദർശിക്കും. ശീതകാല സമ്മേളനത്തിൽ തുടർച്ചയായി 4ാം ദിനവും പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും പിരിഞ്ഞു. രാജ്യത്തെ ഉന്നത പോലീസ് മേധാവികളുടെ സമ്മേളനം ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമ സംഭവങ്ങളിൽ ആശങ്കയറിയിച്ച് ഇന്ത്യ. അക്രമങ്ങളെ രാജ്യം ഗൌരവത്തോടെ കാണുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. തെക്കൻ കേരള തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും സെയ്ദ് മോദി ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ സെമിയിൽ കടന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.